ആരുമറിയാതെ നടന്ന രഹസ്യ ചന്ദ്രയാത്ര, അതിൽ കണ്ടെത്തിയ അജ്ഞാത കപ്പൽ. അപ്പോളോ 20യുടെ ദൗത്യങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നു. ഏതാണ്ട് 6 തവണ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു മനുഷ്യരെ. അങ്ങനെ വീണ്ടും ഒരു ചന്ദ്രയാത്ര കാലമാണ് മനുഷ്യരാശിയെ തേടി വരുന്നത്. ഏതാണ്ട് നൂറ്റാണ്ടിനിപ്പുറം വീണ്ടും ചന്ദ്രനിലേക്ക് ആളെ വിടാനുള്ള സന്നാഹം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നാസ. ആർട്ടിമിസ് ദൗത്യ പരമ്പരയിലൂടെയാണ് വീണ്ടും മനുഷ്യൻ ചന്ദ്രനിലേക്ക് പുറപ്പെടുന്നത്. ഇതിൻ്റെ ആദ്യ ദൗത്യമായിട്ടുള്ള ആർട്ടിമിസ് 1 വൻ വിജയമായിരുന്നു. മനുഷ്യയാത്രികരില്ലാതെ പുറപ്പെട്ട ആർട്ടിമിസ് 1 എന്ന ആ ഒരു ദൗത്യത്തിൻ്റെ ഉദ്ദേശം തന്നെ ഭാവി മനുഷ്യയാത്രയ്ക്ക് എന്തെല്ലാം സന്നാഹങ്ങൾ വേണമെന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമായിരുന്നു. വരാനിരിക്കുന്ന 2025 മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ചന്ദ്രദൗത്യമായിട്ടുള്ള ആർട്ടിമിസ് 3 ചന്ദ്രൻ്റെ ഉപരിതലത്തിലെത്തുമെന്നും കരുതപ്പെടുന്നുണ്ട്. മറ്റൊരു ചന്ദ്രയുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് സാരം. അപ്പോളോ എന്ന പേരിലായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ നടത്തിയത്. ഏതാണ്ട് 1961 ആദ്യമായിട്ട് ചന്ദ്രനിൽ മനുഷ്യൻ്റെ കാൽസ്പർശം പതിയുകയും ചെയ്തു. പിന്നീട് 1975 വരെ അപ്പോളോ ദൗത്യങ്ങൾ ഇവയിൽ 11 യാത്രികരുണ്ടായിരുന്നു എന്നുള്ളതാണ്. 6 തവണ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു മനുഷ്യർ. ശീതയുദ്ധ കാലയളവിൽ ബഹിരാകാശത്തെ ആദ്യ നേട്ടങ്ങൾ പലതും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയതിനാൽ തന്നെ അമേരിക്ക ഒന്ന് പതുങ്ങിയ സമയമുണ്ടായിരുന്നു. എന്നാൽ ഈ തിളക്കക്കുറവുകളെല്ലാം തന്നെ അപ്പോളോ ദൗത്യത്തിലൂടെ US മാറ്റിയെടുത്തു. സോവിയറ്റ് യൂണിയനെ ചിത്രത്തിലേ ഇല്ലാത്ത വിധം നിഷ്പ്രഭരാക്കി മാറ്റി എന്നുള്ളതാണ് അമേരിക്ക. അപ്പോളോയുടെ ദൗത്യങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ കുറച്ച് ദൗത്യങ്ങൾ കഴിഞ്ഞതോടെ ചന്ദ്രയാത്രയിലുള്ള താല്പര്യം അമേരിക്കൻ ജനതയ്ക്ക് കുറഞ്ഞു വന്നു. തങ്ങളുടെ മേധാവിത്വവും പൊങ്ങച്ചവും കാണിക്കാൻ വേണ്ടി അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ദൂർത്തടിക്കുകയാണ് സർക്കാരെന്ന് പോലും അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോളോ 18, 19, 20 അങ്ങനെയുള്ള ദൗത്യങ്ങൾ നാസ റദ്ദാക്കി. എന്നാൽ കഥ എവിടെ തീർന്നില്ലെന്നാണ് ചിലരുടെ വാദം തന്നെ. അമേരിക്ക രഹസ്യമായിട്ട് അപ്പോളോ 20 ദൗത്യം നടത്തിയത്ര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാസയുടെ ഒരു ദുരൂഹ കണ്ടെത്തൽ. അന്ന് ആ ദൗത്യത്തിലെ അംഗങ്ങൾ കണ്ടെന്നും അതിനാൽ തന്നെ ഈ ദൗത്യത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എക്കാലത്തേക്കും രഹസ്യമായി സൂക്ഷിക്കാൻ നാസ തീരുമാനിച്ചുവെന്നും വാദങ്ങൾ ഉയർന്നു വന്നു. 2007 ഇറ്റാലിയൻ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ലൂക്കാസ് കാൻഡംബുർലോയും വില്യം റട്ട്ലച്ച് എന്ന വ്യക്തിയുമായിട്ട് നടത്തിയ സംഭാഷണമാണ് ഈ വിവാദത്തിനെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ടത്. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലായിരുന്നു റട്ട്ലച്ച് അക്കാലത്ത് താമസം. അമേരിക്കയിലെ പ്രശസ്ത കമ്പനിയായിട്ടുള്ള ബെൻ ലബോറട്ടറീസിലും അതേപോലെ തന്നെ പിന്നെ US വ്യോമസേനയിലുമൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളയാളെന്ന രീതിയിലാണ് റട്ട്ലച്ച് തന്നെ പരിചയപ്പെടുത്തിയത്. റട്ട്ലച്ച് പറയുന്നത് അപ്പോളോ 20 ദൗത്യത്തിൽ താൻ അംഗമായിരുന്നെന്നും തൻ്റെ കൂടെ അലക്സ് ലിയോനോവ് അതേപോലെ തന്നെ ലിയോണ സ്നൈഡർ എന്നീ യാത്രികർ കൂടി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും റട്ട്ലച്ച് അടിച്ചുവിടുകയും ചെയ്തു. ഇതുകൂടാതെ അന്ന് തങ്ങൾ ചന്ദ്രനിലേക്ക് പോയ ബഹിരാകാശ പേടകത്തിൻ്റെ ഇതെന്ന നിലയിൽ അവിടെ കുറേ ചിത്രങ്ങളും റട്ട്ലച്ച് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാദങ്ങളെയെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. ഇങ്ങനെ ഒരു രഹസ്യ ദൗത്യം ഉണ്ടായിരുന്നുവെന്നും മറ്റും റട്ട്ലച്ച് പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് എടുത്തു കളയാം. പക്ഷേ അതിലും വലുത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അപ്പോളോ 15 എന്ന ദൗത്യത്തിൻ്റെ സമയത്ത് അതിലെ യാത്രികർ ചന്ദ്രനിലിറങ്ങും മുൻപ് മുകളിൽ നിന്നൊരു ചിത്രമെടുത്തു. ഈ ചിത്രത്തിൽ ചന്ദ്രനിലെ മണ്ണിൽ പതിഞ്ഞ നിലയിൽ ഒരു വസ്തു കിടന്നെന്ന് റട്ട്ലച്ച് പറയുകയുണ്ടായി. പിന്നീട് ഈ വസ്തു ചന്ദ്രനിൽ കാണപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വസ്തുക്കളല്ലെന്ന് നാസയ്ക്ക് സംശയം തോന്നി. ഇത് പരിശോധിക്കാനായിട്ട് അപ്പോളോ 16, 17 ദൗത്യങ്ങളുടെ സമയത്ത് ധാരാളം ഉപഗ്രഹം തങ്ങൾ നാസ എടുത്തെന്നും റട്ട്ലച്ച് ഒരു അവകാശവാദം പോലെ പറയുകയുണ്ടായി. ഇതിനെ തുടർന്നായിരുന്നു അത്രേ റട്ട്ലച്ചിനെയും സംഘത്തെയും ചന്ദ്രനിലേക്ക് വിട്ടയച്ചത്. ഏതാണ്ട് 1976 അപ്പോളോ 20 ദൗത്യം റട്ട്ലച്ചിനെയും സംഘത്തെയും വഹിച്ചുകൊണ്ട് പറന്നുയർന്നു. താമസിയാതെ ചന്ദ്രനിലിറങ്ങിയ സംഘം ആ വസ്തുവിനടുത്തേക്ക് ചെന്നു. അതൊരു സാധാരണ വസ്തുവായിരുന്നില്ല. ഏതാണ്ട് 3 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്ററോളം വീതിയുമുള്ള ഒരു പടുകൂറ്റൻ ബഹിരാകാശ പേടകമായിരുന്നു അത്. 15 ലക്ഷം വർഷമെങ്കിലും അതിന് പഴക്കം കാണുമെന്ന് റട്ട്ലച്ച് പറയുന്നു. അതിനുള്ളിൽ അവർ കണ്ട കാഴ്ച എന്തെന്നാൽ അതിനുള്ളിൽ നീളം കുറവുള്ള ഏതോ ജീവികൾ
അവയുടെ അവശിഷ്ടങ്ങൾ, മാത്രമല്ല മനുഷ്യരുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഏതോ ജീവികളുടെ ശരീരങ്ങൾ ഒക്കെ തന്നെ അവർക്ക് കാണാനിടയായി. അവർ കണ്ടെത്തിയ ഒരു പെൺ അന്യഗ്രഹ ജീവിക്ക് 1.65 മീറ്ററായിരുന്നു നീളമെന്ന് റിട്ലെജ് പറയുന്നുണ്ട്. ആ പേടകത്തിൻ്റെ ഉള്ളിൽ ജീവൻ്റെ പല സൂചനകളും ഉണ്ടായിരുന്നു. പേടകത്തിൻ്റെ ഉള്ളിൽ ത്രികോണാകൃതിയിലുള്ള കല്ലുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഔഷധമൂല്യമുള്ള എന്തോ ഒരു ദ്രാവകം ഊർന്നിറങ്ങുന്നുമുണ്ടായിരുന്നു. പേടകത്തിൽ പലയിടങ്ങളിലായിട്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചേമ്പറുകളും പൈപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പേടകത്തിനകത്ത് കണ്ട ആ സ്ത്രീ അവരൊരു പൈലറ്റാണെന്നാണ് സംഘാംഗങ്ങൾക്ക് തോന്നിയത്. മനുഷ്യരുമായിട്ട് നല്ല സാമ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിലെ കണ്ണുകളും മുടിയുമൊക്കെ നല്ല രീതിയിൽ ഇഴയുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും റിട്ലെജിൻ്റെ അവകാശവാദങ്ങൾ തകരുന്നില്ല. ചന്ദ്രനിൽ ഏതാണ്ട് 15 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു നഗരം തന്നെ കണ്ടെത്തിയെന്നും റിട്ലെജ് അവകാശപ്പെട്ടു. താമസിയാതെ അദ്ദേഹം യൂട്യൂബിൽ ചില ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോളോ 20 ദൗത്യത്തിൻ്റെതെന്ന വ്യാജേന അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ പേടകത്തിൽ കണ്ട സ്ത്രീ അവർ മരിച്ചതാണോ അതോ ജീവനുണ്ടായിട്ടും മരവിച്ച അവസ്ഥയിലാണോ എന്ന് തീർച്ചപ്പെടുത്താൻ റിട്ലെജിനും സംഘത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു എന്നേ ഉള്ളൂ. ഈ വാർത്തകളെല്ലാം തന്നെ വലിയൊരു തരംഗം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ താമസിയാതെ സൃഷ്ടിച്ചു. ഒരിക്കലെ ഭൂമിയിലേക്ക് വന്ന അനുനായികകളുടെ ബഹിരാകാശ പേടകമാണ് ചന്ദ്രനിൽ തകർന്നു കിടക്കുന്നതെന്നുൾപ്പെടെയുള്ള ഗൂഢവാദങ്ങൾ ഇതിനെ തുടർന്ന് പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ കഥയുടെയും തീരുന്നില്ല. പിന്നീട് റിട്ലെജിൻ്റെ ഈ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പരിശോധിച്ച വിദഗ്ധർ സംഭവം സത്യമല്ലെന്ന് എഴുതി തള്ളി. എന്നാൽ ഇന്നും ചന്ദ്രനിൽ അജ്ഞാത പേടകം തകർന്നു കിടക്കുന്നുണ്ടെന്നും മറ്റും വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്.